അതുവേണ്ട, ഭൂമി പൊടി പൊടിയാക്കപ്പെടുകയും താങ്കളുടെ രക്ഷിതാവും അണികണിയായി മലക്കുകളും വരികയും അന്ന് നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ അന്നത്തെ ദിവസം മനുഷ്യൻ ഓർക്കുന്നതാണ്. ആ ഓർമ്മ അവന് എങ്ങനെ പ്രയോജനപ്പെടാനാണ്? ഈ മരണാനന്തരം ഇവരെല്ലാം അള്ളാഹു പിടിച്ച് വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഭീകരത വിശദീകരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി അങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പോൾ ഈ അവിശ്വാസികൾ അപ്പോൾ അവർ ചെയ്ത തെറ്റെല്ലാം ഓർമ്മിക്കുമെന്നാണ് പറയുന്നത്. അയ്യോ, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ഞാൻ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവൻ പറയും. അപ്പോഴാണ് അവനെ ഞാൻ നന്നായിരുന്നേനെ, ഞാനിങ്ങനെ പാപങ്ങൾ ചെയ്യാതെ ജീവിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോഴാണ് അവന് കുറ്റബോധം തോന്നുക. അന്ന് അവൻ്റെ ശിക്ഷ ആരും ശിക്ഷിക്കുകയോ അവനെ പിടിച്ചുകെട്ടൽ ആരും പിടിച്ചുകെട്ടുകയോ ചെയ്യുന്നതല്ല. അന്ന് അള്ളാഹു അതിഭയങ്കരമായി ശിക്ഷിക്കും എന്നൊക്കെയാണ്. ഇതൊന്നും വാക്യഘടനയിൽ ഈ പറയുന്ന അർത്ഥമൊന്നും കിട്ടില്ല. ഇതൊക്കെ ഒരുപാട് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ഇതിനൊക്കെ അർത്ഥം ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തത്, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തിക്ക് പാത്രമായിക്കൊണ്ടും നിന്റെ രക്ഷിതാവിങ്കിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. എന്നിട്ട് എൻ്റെ അടിമകളിൽ നീ പ്രവേശിക്കുക, എൻ്റെ സ്വർഗത്തിലും നീ പ്രവേശിച്ചു കൊള്ളുക. അവിടെ നല്ല ആത്മാക്കൾക്ക്, പുണ്യം ചെയ്ത ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പരലോകത്തുള്ള ശിക്ഷയും പരലോകത്തുള്ള രക്ഷയും പറഞ്ഞുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പരലോകത്തുള്ള സംഭവങ്ങൾ മുഫസ്സിറുകൾ പറഞ്ഞത് ഞാൻ കൂറ്റനാടിൻ്റെ തഫ്സീറിൽ നിന്ന് ഒരു ഖണ്ഡിക വായിക്കാം. ഖിയാമത്ത് നാളിലെ സംഭവമാണ് വാക്യം 21 ചൂണ്ടിക്കാട്ടുന്നത്. ഒരു രാജാവ് തൻ്റെ പരിവാരസമേതം എഴുന്നള്ളുമ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ ശക്തിയും പ്രൗഢിയും കൂടുതൽ പ്രകടമാവുക. ഇതുപോലെ പരലോകത്ത് വെച്ച് വിചാരണ സമയം അള്ളാഹുവിൻ്റെ മഹാശക്തിയും ഗാംഭീര്യവും അത്യുന്നത സ്ഥിതിയിൽ പ്രകടമാകുന്നതാണ്. ലോകത്തുണ്ടായിരുന്ന എല്ലാ ജിന്നുകളും മനുഷ്യരും ഒന്നാകെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരെ ഒട്ടാകെ ഒന്നാം ആകാശത്തുള്ള മലക്കുകൾ വലയം ചെയ്തിരിക്കുന്നു. അതിൻ്റെ പുറകിൽ രണ്ടാം ആകാശത്തെ മലക്കുകളും അതിൻ്റെ പിന്നിൽ മൂന്നാം ആകാശത്തെ മലക്കുകളും. ഇങ്ങനെ 7 ആകാശത്തെ മലക്കുകളും ഒന്നിനു പിന്നിൽ ഒന്നായി ശക്തമായ 7 മതിൽക്കെട്ടെന്ന പോലെ മനുഷ്യരെയും ജിന്നുകളെയും വലയം ചെയ്തിരിക്കുകയാണ്. അതിലേക്കാണ് നരകം കൊണ്ടുവരപ്പെടുന്നത്. നബി പറയുന്നു, അന്നത്തെ ദിവസം നരകം കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ കടിഞ്ഞാണോടൊന്നിച്ച് 70,000 മലക്കുകളും ഉണ്ടായിരിക്കും. അവർ അത് വലിച്ചു കൊണ്ടുവരുന്നതാണ്. മുസ്ലിം തുർമുദി. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു ഗൗരവമേറിയ അവസ്ഥ. അപ്പോൾ ഈ പണ്ടത്തെ രാജാക്കന്മാർ എഴുന്നള്ളുന്നതും രാജാക്കന്മാരുടെ ശിക്ഷാവിചാരണയും രാജാക്കന്മാരുടെ സിംഹാസനവും രാജാക്കന്മാരുടെ പരിചാരകരും രാജാക്കന്മാരുടെ മന്ത്രിമാരും രാജാക്കന്മാരുടെ സൈനികരും, ഇതൊക്കെയാണ് പരലോകത്തും അള്ളാഹുവിനും അപ്ലൈ ചെയ്തിരിക്കുന്നത്. കാരണം അന്നത്തെ മനുഷ്യർക്ക് അവരുടെ ദൈവങ്ങളെക്കുറിച്ചും അവരുടെ ദൈവങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു രാജാവ് എങ്ങനെയാണോ രാജ്യം ഭരിക്കുന്നത്, എങ്ങനെയാണോ പ്രജകളെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണോ രാജ്യത്തിൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണോ അവർക്ക് മന്ത്രിമാരും സൈനികരും ഒക്കെ സഹായികളായി ഉണ്ടാവുന്നത്, അതേപോലെയൊക്കെ തന്നെയാണ് സർവശക്തനായ ദൈവവും തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് മനുഷ്യർ സങ്കല്പിച്ചത് വളരെ സ്വാഭാവികമാണ്. കാരണം മനുഷ്യർക്ക് പരിചയമുള്ള കാര്യങ്ങളിലൂടെ അല്ലാതെ ഇത്തരം ഭാവനകളെ നെയ്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് എന്നവർ സങ്കല്പിച്ച ദൈവത്തെ അവർ ഈ ലോകത്തുള്ള ഒരു രാജാവിനോട് താതാത്മ്യപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു രാജാവ് എങ്ങനെയാണോ അങ്ങനെയാണ് ദൈവം. രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു, അതുപോലെ ദൈവവും സിംഹാസനത്തിലിരിക്കുന്നു. രാജാവിന് മന്ത്രിമാരുണ്ട്, ദൈവത്തിന് മന്ത്രിമാരുണ്ട്. രാജാവിന് സൈനികരുണ്ട്, ദൈവത്തിന് സൈനികരുണ്ട്. രാജാവ് വിളംബരം ചെയ്യുന്നു, ദൈവവും വിളംബരം ചെയ്യുന്നു. രാജാവ് എഴുന്നള്ളുന്നു, ദൈവം എഴുന്നള്ളുന്നു. രാജാവ് വിചാരണ ചെയ്യുന്നു, ദൈവം വിചാരണ ചെയ്യുന്നു. ഇങ്ങനെ രാജാവിനെ ദൈവമാക്കി ഊതി വീർപ്പിക്കുകയാണ് പണ്ട് കാലത്തുള്ള മനുഷ്യർ ചെയ്തിട്ടുള്ളത്. ഖുർആൻ എഴുതിയ മുഹമ്മദിനും ഒരു സർവപ്രൗഢിയോടുകൂടി പരിവാരങ്ങളോടുകൂടി എഴുന്നള്ളുന്ന ഒരു രാജാവായിട്ട് മാത്രമേ ദൈവത്തെ സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ.
അതനുസരിച്ച് മുഹമ്മദ് കഥ മെനഞ്ഞുണ്ടാക്കി. മുഹമ്മദിൻ്റെ മനസ്സിൽ അന്ന് കേട്ടറിഞ്ഞിരുന്ന പൂർവീകരുടെ കെട്ടുകഥകൾ ഒരുപാട് അള്ളിപ്പിടിച്ച് കിടന്നിരുന്നു. ആ കെട്ടുകഥകളെല്ലാം മുഹമ്മദ് ഇടക്കിടക്ക് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ആ കെട്ടുകഥകളെല്ലാം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അന്നത്തെ അറബികളെ കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതൊന്നുമല്ലാതെ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ദൈവികതയോ ഒരു ഉയർന്ന ബൗദ്ധിക നിലവാരമോ ഇതിനകത്ത് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇതാണ്